പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയക്കെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കും. കുറ്റപത്രമടക്കം സമർപ്പിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ച പശ്ചാത്തലത്തിലാണ് എറണാകുളം ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഉത്തരവ്. പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ ഈ വയർലെസ് സന്ദേശം ചോർത്തിയ കേസ് അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്, വിവാദമായതാണ്. അതിലിപ്പോൾ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? 2023 പാലാരിവട്ടം പോലീസ് വയർലെസ് ചോർത്തിയതുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ 9ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിനിപ്പുറം 500 ദിവസം പിന്നിട്ടിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് ചോദ്യം ചെയ്താണ് പരാതിക്കാരൻ മുഹമ്മദ് ഫിർദൌസ് എന്ന അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. അതിന്മേലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനി അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ നടത്തും. ഈ പോലീസ് SHO, ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഓരോ 30 ദിവസം കൂടുമ്പോഴും അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 9ന്റേതാണ് ഈ ഉത്തരവ്. പ്രജിത്ത്, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.